പൈസ ഞങ്ങളുടെ പൈസ സുമിതയുടെ അക്കൗണ്ടിൽ വന്നതിന് തെളിവ് കൊടുത്തു. 1.5 കോടി രൂപ ഞാൻ പറഞ്ഞത് 1.5 കോടി രൂപ. സുമിതയുടെ അമ്മയുടെ അക്കൗണ്ടിൽ ഇട്ടുണ്ട്, സുമിതയുടെ അക്കൗണ്ടിൽ ഇട്ടുണ്ട്. സ്റ്റേഷനിൽ ഒന്ന് സമ്മതിച്ചാണല്ലോ. സ്റ്റേഷനിൽ വന്ന് സമ്മതിച്ചല്ലോ. ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ട് ഈ പൈസയിൽ എന്ത് ചെയ്തു? എന്തിനാ ഈ പാവങ്ങളുടെ ഇത് ഇത്രയും പൈസ വാങ്ങി തട്ടിപ്പാണ്? രമ്യയുടെ ആൾക്കാർക്ക് വണ്ടികളുണ്ട്. ആ വണ്ടി കൊണ്ടുവന്ന് അവരുടെ വീട്ടിന്റെ അവിടെ ഇട്ട് ഇടിച്ചു കൊല്ലുമെന്നാണ് പറയുന്നത്. ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അവിടെ സമരപന്തലിൽ എന്തായ കാര്യങ്ങള്? അവിടെ ഇഡലി സാമ്പാർ ഉണ്ടാക്കുന്നു. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത് തട്ടിപ്പ് തന്നെയാണ്. ഇവര് പറയുന്ന ഒന്നും സത്യാവസ്ഥയല്ല. അപ്പൊ ഈ തട്ടിപ്പിന്റെ മകൾ ചെയ്ത അവരുടെ ട്രാൻസാക്ഷൻ നോക്കുമ്പോ അറിയാം സാറേ. അവരുടെ ട്രാൻസാക്ഷൻ നോക്കുമ്പോ അറിയാം. മകൾക്ക് പങ്കുണ്ടെങ്കിൽ അധികാരികൾ കേസെടുക്കുക. പ്രധാനമന്ത്രിയുടെ പേരിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ്. ഒടുവിൽ തട്ടിപ്പുകാരിയുടെ വീടിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരവുമായി തട്ടിപ്പിനിരയായവർ ഇപ്പോൾ നിൽക്കുന്ന കാഴ്ചയാണ് കൊല്ലം കുളത്തൂപ്പുഴയിൽ നിന്നും ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ പറയുന്നത് പ്രധാനമന്ത്രിയുടെ പേരിലുള്ള ലോണിന്റെ പേരിൽ നൂറുകണക്കിന് വീട്ടമ്മമാരിൽ നിന്നും കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത രമ്യ, സുമിത, ബിജു എന്നിവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവരുടെ ഈ സുമിതയുടെ വീടിന് മുന്നിലാണ് ഈ സമരം നടക്കുന്നത്. ഇവിടെ ഒരു അടുപ്പൊക്കെ കാണാം. ഞങ്ങൾ ആദ്യം വരുമ്പോൾ ഇവിടെ ഇരുന്ന് കഞ്ഞി വെക്കുന്ന ഒരവസ്ഥയായിരുന്നു. കഞ്ഞി വെച്ച് കഴിഞ്ഞ രാത്രി മുഴുവൻ അവർ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. സുമിതയെ അറസ്റ്റ് ചെയ്യണം എന്ന ആവശ്യവുമായി ഇവിടെ ടാർപ്പ കെട്ടി കുറെ വീട്ടമ്മമാർ സമരത്തിലുമാണ്. ഞങ്ങൾക്ക് നീതി വേണം, സുമിതയെ അറസ്റ്റ് ചെയ്യണം എന്ന ആവശ്യമാണ്. അപ്പൊ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് സുമിത സ്ഥലത്തില്ല. ഇന്നലെ മുതൽ സുമിതയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. സുമിത ഇപ്പോൾ എവിടെയോ ഒളിവിലാണ് എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. ഞാൻ സുമിതയുടെ അമ്മയുമായി ഈ വിഷയങ്ങൾ സംസാരിച്ചപ്പോൾ സുമിതയുടെ അമ്മ ഞങ്ങളോട് പറഞ്ഞത്, ഈ വീടും സുമിതയുമായി യാതൊരു ബന്ധവുമില്ല, അവരിവിടെ വന്ന് സമരം ചെയ്യേണ്ട കാര്യമില്ല, സുമിതയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുത്ത് പരിശോധിച്ചാൽ ഈ തട്ടിപ്പുമായി സുമിതയ്ക്ക് ഒരു ബന്ധവുമില്ല എന്ന് തെളിയും എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെന്താ ഇവര് നിങ്ങളുടെ ഈ രമ്യയുടെ വീട്ടിന് മുന്നിൽ സമരം കിടക്കാതെ നിങ്ങളുടെ അതിനെ പറ്റി എനിക്കറിയില്ല. എനിക്ക് ഇതിനെ പറ്റി യാതൊന്നും അറിയത്തില്ല. അപ്പം ഇത് പറയേണ്ടുന്നതെന്ന് വെച്ചാൽ അത് അധികാരികളാണ്. അവര് അവരുടെ ട്രാൻസാക്ഷനോ എന്താന്ന് വെച്ചാൽ അത് അവരിലായിക്കോടാം. എന്നിൽ ഇത് ആവർത്തിക്കരുത്. സുമിത ഇന്നലെ വരെ എന്നെ വിളിക്കുമായിരുന്നു. ഇവരിവിടെ വന്ന് ഇത് കുടിലടിച്ചതിന് ശേഷം എന്നെ വിളിച്ചിട്ടുമില്ല, എടുത്തിട്ടുമില്ല. എവിടാന്ന് എനിക്ക് അറിയുന്നില്ല. നാണക്കേട് ആ കൊച്ചിന് തന്നെയല്ല. ആ കൊച്ചിന്റെ ഫോട്ടോ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവച്ച് ഇവിടെ അടുത്തുള്ള ഒരു പെണ്ണാണ് ഇത് കേസ് ഇവർക്കൊപ്പം നിൽക്കുന്നത്. ഒരു 5 എന്ന് പറയുന്നത് അവർക്ക് 1 രൂപയും ഞാൻ കൊടുക്കാനില്ല. സുമിതയൊന്നും അവർക്ക് ഒന്നും കൊടുക്കാനില്ല. ഞങ്ങള് വ്യക്തിപരമായിട്ടുള്ള കെറുവിന്റെ പറ്റത്ത് ഇവരെ സ്വാധീനിച്ച് ഈ ഇരിക്കുന്ന ആൾക്കാര് SIയുടെ സ്വന്തക്കാരാണ്, CAയുടെ സ്വന്തക്കാരാണെന്ന് പറയുന്നു. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഇന്നലെ ഇവിടെ ഇവര് സ്റ്റെഡ് വെക്കാൻ കൊട്ടിയപ്പോൾ ഞാൻ അങ്ങനെ പെട്ടെന്ന് ഞാൻ CA വിളിച്ചപ്പം അദ്ദേഹം എന്നോട് പറയുന്ന എന്തോന്നറിയാമോ? സുമിതയെ ഹാജരാക്ക്, ഇല്ലെങ്കിൽ ഇവരിവിടെ ഇരിക്കുമെന്ന്. അപ്പൊ ഞാൻ പിന്നെ അവസാനം 100-ൽ വിളിച്ചു പറഞ്ഞ് അവിടുന്ന് ഇവിടെ വിളിച്ചപ്പോഴാണ് കുളത്തുപുഴക്കാർ ഇവിടെ വരുന്നത്. അപ്പൊ അവര് ഇവിടെ വന്നിട്ട് ഇവരെ അറസ്റ്റ് ചെയ്താൽ നോക്കിയിട്ട് ഇവര് മണ്ണെണ്ണ ഒഴിച്ച് തീ വെക്കും, പെട്രോൾ ഒഴിച്ച് തീ വെക്കും എന്ന് പറഞ്ഞതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ CAയുടെ ഒരു ബന്ധുക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. CAയുടെ അടുപ്പത്തിലുള്ളതാണ് ഈ അഞ്ജു എന്ന് പറയുന്നത്. അവളെ സഹജയുടെ മകൾ അഞ്ജു ആണ് ഈ ഫോട്ടോ ഈ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു ചെന്ന് കൊടുത്ത് നാണം കെടുത്തിയത്. ഇതിനകത്ത് പങ്കുള്ളത് കൊണ്ടല്ലോ അങ്ങനെ ഇവരുടെ ഫോട്ടോ ഒക്കെ വന്നതും. അല്ലെങ്കിൽ പങ്കുണ്ടെങ്കിൽ അത് ഉണ്ടെങ്കിൽ ശരിയാണ്, ഇല്ലെങ്കിലോ ഇതിനകത്ത് അന്വേഷണത്തിൽ വന്ന് ഇതിനകത്ത് അവള് പങ്കാളി അല്ലെങ്കിലോ. ഒരു കാര്യം, ഇവിടെ മണ്ണെണ്ണയും പെട്രോളും ഒക്കെ ആയിട്ടാണ് ഇവിടെ സമരത്തിൽ. എന്തിനാ നിങ്ങൾ ശരിക്കും മണ്ണെണ്ണയും പെട്രോളൊക്കെ കൊണ്ടിട്ട്? പോലീസ് വന്ന് ഞങ്ങളെ അറസ്റ്റ് ചെയ്താൽ ഞങ്ങൾ സ്വയം ആത്മഹത്യ. ഞങ്ങൾക്ക് വീട്ടിൽ നിവർത്തിയില്ല. ഞങ്ങളുടെ പണം കൊണ്ടിട്ട് ഉണ്ടാക്കിയ വീടാണിത്. ഈ 2 മാസം കൊണ്ടാണ് ഇതിന്റെ പാല് കാച്ച്. കഴിഞ്ഞ മാസമായിരുന്നു ഇതിന്റെ പാല് കാച്ച്. ഞങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പോയ പൈസയല്ല സുമിതയുടെ അക്കൗണ്ടിൽ പോയെന്നുള്ളത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തെളിയിച്ചിട്ടുണ്ട്. സുമിതയുടെ അമ്മയുടെ അക്കൗണ്ടിൽ സഹിതം പൈസ വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പൈസ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. ഞങ്ങളുടെ പൈസ തിരിച്ചു കിട്ടണം. ഇത് കിട്ടിക്കൊണ്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകത്തുള്ളൂ. ഇവിടെ കിടന്ന് ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നാലും ഞങ്ങളുടെ പൈസ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. മരണം വരെ പോരാടാൻ തന്നെയാണ് തീരുമാനം. ഇന്നലെ ഒരു രാത്രി ഫുള്ള് ഇവിടായിരുന്നു. ഇപ്പൊ മഴ പെയ്യുന്നു. മഴയെന്നാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കും. ഞങ്ങൾക്ക് നീതി കിട്ടണം. ശരിക്കും നിങ്ങൾ എങ്ങനെയാണ് ഈ തട്ടിപ്പിന് ഇരയായത്? പ്രധാനമന്ത്രിയുടെ PMEG ലോൺ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് രമ്യ എന്ന് പറഞ്ഞ ഒരു കൊച്ചാണ് ഞങ്ങളെ ആദ്യം വന്ന് സമീപിക്കുന്നത്. അതിനുശേഷമാണ് സുമിതയും കൂടെ വരുന്നത്. അങ്ങനെ രമ്യ ഒരു കുഞ്ഞിനെയും കൊണ്ടാണ് വന്നത്. നമ്മളിപ്പോ അങ്ങനെ വിശ്വസിക്കരുത്. ഒരു കുഞ്ഞിനെയും കൊണ്ടൊന്നും തട്ടിപ്പ് നടത്തുമെന്ന് നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല.
അങ്ങനെ ഞങ്ങളും അമ്മമാരല്ലേ, സ്വന്തം കുഞ്ഞിനെ പിടിച്ച് സത്യം ഇടുവാണ്. എന്റെ പൊടി കുഞ്ഞാണ് സത്യം, എന്റെ അരുമമായ മക്കളാണ് സത്യം, ഈ ലോൺ ഉണ്ട് നിങ്ങൾക്ക് നേടിത്തരാം എന്ന് പറഞ്ഞാൽ ഏതൊരു അമ്മയും വിശ്വസിച്ച് പോതില്ലേ. അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ചാണ്. പക്ഷെ ഞങ്ങൾ ആരും പരസ്പരം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. നിങ്ങൾ അങ്ങോട്ട് പൈസ കൊടുത്ത് എന്തിനാ? അതിന്റെ മാർജിൻ മണി അടയ്ക്കണം. ആ ലോണിന്റെ ലിങ്കിനകത്ത് കിടപ്പുണ്ട് 30% മാർജിൻ മണി നമ്മൾ അടയ്ക്കണം. ആ ലിങ്ക് സഹിതം ഞങ്ങൾക്ക് ഇട്ട് തന്നു. അങ്ങനെയാണ് ഞങ്ങൾ പൈസ കൊടുത്തത്. അപ്പൊ ആദ്യം പറഞ്ഞ ലോൺ എല്ലാം പാസ്സാക്കി കിടക്കുക, 10 ദിവസം കൊണ്ട് ക്യാഷ്. നിങ്ങളെ സമീപിച്ചത് സുമിതയാണോ രമ്യയാണോ അതോ ഈ പറയുന്ന ബിനു ആണോ? ആദ്യം നമ്മളെ സമീപിച്ചത് രമ്യയാണ്. രമ്യ ആൾക്കാരെ കണ്ടെത്തിയിട്ട് സുമിതയായിട്ട് ലിങ്ക് ആയിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. പിന്നെ ബിനുവും കൂടെ വന്നാണ് ക്യാഷ് മേടിച്ചെടുക്കും. ഈ 35 ലക്ഷം രൂപയാണോ ഇതിനു വേണ്ടി ചേച്ചി അവർക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കൊടുത്തത്? അതെ അതെ, 35 ലക്ഷം എന്റെ അക്കൗണ്ടിൽ നിന്നും പോയിട്ടുണ്ട്. അതിന്റെ തെളിവുകളെല്ലാം എന്റെ കയ്യിലുണ്ട്. സാധാരണക്കാരെ എന്ത് പറഞ്ഞാ ഈ ആരെ പൈസ? പ്രധാനമന്ത്രിയുടെ PMGEP ലോണിന് പലിശ കുറവാണ്. അതായത് ഒരുപാട് സബ്സിഡി ഉണ്ട്. ഞങ്ങൾക്ക് 65 ലക്ഷം രൂപ വേണ്ട, നിങ്ങൾക്ക് അതൊന്നും ഒരു വിഹിതം തരാം, എന്നെ മാർജിൻ മണിയായിട്ടൊന്ന് സഹായിച്ചാൽ മതി. അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഈ പൈസ കൈപ്പറ്റിയിരിക്കുന്നത്. രമ്യയാണോ പൈസ വാങ്ങിയത്? സുമിതയും കൂടെ വന്നാണ്. ബിനു രമ്യയുടെ ഹസ്ബൻഡ്. സുമിതയ്ക്ക് ഇൻകം ടാക്സിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് രമ്യയുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടാൽ മതി എന്ന് പറഞ്ഞാണ് ഈ പൈസകളെല്ലാം സുമിതയുടെ അക്കൗണ്ടിലേക്ക് പോയത്. ഓക്കെ. ഇപ്പോ ഞങ്ങൾക്ക് നീതി വേണം അല്ലേ? നീതി തേടി തന്നേ പറ്റൂ. ശരിക്കും ഈ പണത്തെ ഇടപാട് തട്ടിപ്പിലേക്ക് നിങ്ങൾ ചെന്നപ്പെട്ടത് എങ്ങനെയാ? ഞാൻ ചെന്നപ്പെട്ടത്, എനിക്ക് കൊളത്തൂപ്പുഴ സർവീസ് സഹകരണ ബാങ്കിൽ ഒരു ചിട്ടി ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ഹസ്ബൻഡിന് ആക്സിഡന്റ് പറ്റി, എനിക്ക് സുഖമില്ലാത്ത, ഞാൻ എന്തൊരു ചികിത്സ ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ പൈസ എല്ലാം ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കൊടുത്ത് തീർന്നു. ചേട്ടന് ആക്സിഡന്റ് പറ്റി എനിക്ക് ഒത്തിരി പൈസ ചെലവായിരുന്നു. അങ്ങനെ ആ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ സൊസൈറ്റിയിലെ പൈസ അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അങ്ങനെ ഒരു സൊസൈറ്റി പൈസ അടയ്ക്കാൻ വയ്യാത്ത അവസ്ഥ വന്നപ്പോ ജപ്തിയായപ്പോ ഈ ജാമ്യം നിന്നവരെ വിളിച്ച്. അപ്പൊ ഈ രമ്യ ജാമ്യം നിന്നിട്ടുണ്ട് എനിക്ക്. അപ്പൊ ഈ രമ്യ വീട്ടിൽ വന്ന് ചേച്ചി ചിട്ടി അടയ്ക്കുന്നില്ല ചേച്ചി ചോദിക്കാൻ വന്നതാണ്. എന്നിട്ട് എന്റെ നമ്പർ വാങ്ങിച്ചു പോയിട്ട് വീട്ടിൽ ചെന്നിട്ട് എന്നെ വിളിച്ച്. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യ്, സൊസൈറ്റി പൈസ ഞാൻ 2 ലക്ഷം ഉണ്ട്, ഞാൻ അത് അടയ്ക്കാൻ പോകുന്നു പറഞ്ഞു. അപ്പൊ ഈ രമ്യ പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യാം, ആ പൈസ എനിക്കിതാ, എനിക്കൊരു PMRYയുടെ ലോൺ ശരിയായി കിടപ്പുണ്ട്, ഞാൻ ഈ 5 ലക്ഷം സൊസൈറ്റി കൊണ്ട് അടയ്ക്കാം, അത് 10 ദിവസം ഞാൻ കിട്ടും, അത് ഞാൻ സൊസൈറ്റി അടച്ച് തീർക്കുമ്പോൾ ചേച്ചി ഒരു കാര്യം ചെയ്താൽ മാസം തോറും എനിക്ക് ലോണായിട്ട് ഇത് അടച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞാണ് എൻ്റെ 10 ദിവസത്തേക്ക് ഈ 2 ലക്ഷം വാങ്ങിച്ചിട്ട് പിന്നെ എൻ്റെ പൈസ ചേച്ചി അവിടെ എഞ്ചിനീയർക്ക് കൊടുക്കണം, ബാങ്ക് മാനേജർക്ക് കൊടുക്കണം, SBIയിലെ മാനേജർക്ക് കൊടുക്കണം, ഇൻകം ടാക്സ് അടയ്ക്കണം, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് 7 ലക്ഷം രൂപ എൻ്റെ വാങ്ങിച്ചു. ഞങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധമില്ലായിരുന്നു, ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. എന്നെ പറ്റിച്ചതുപോലെ ഇവരെയും പറഞ്ഞു പറ്റിച്ചു. ഒരു വലിയ തട്ടിപ്പ്. അതിൽ നിങ്ങളൊക്കെ എങ്ങനെ പെട്ടു? നമുക്ക് സാമ്പത്തികമായിട്ട് സ്വല്പം ബുദ്ധിമുട്ട് വന്ന സമയത്ത് ഈ ലോണിനെ കുറിച്ച് അറിയുകയും നമ്മുടെ ഒരു സുഹൃത്ത് മുഖാന്തരം ഇതിലേക്ക് വരികയാണ് ചെയ്തത്. എനിക്ക് നഷ്ടപ്പെട്ട ഒരു 5 ലക്ഷം രൂപയാണ്. PMGEPയുടെ ലോൺ ആയത് നിസ്സാരമല്ല. നഷ്ടപ്പെട്ട 5 ലക്ഷം രൂപയാണ് എന്ന് പറഞ്ഞത്. ആ 5 ലക്ഷം രൂപയാണ് വെറും കടക്കാരനായിരുന്നു ഞാൻ. ഇപ്പൊ ഇതിനു വേണ്ടിട്ട് വീണ്ടും കടം മേടിച്ച് അത് 10 ലക്ഷം രൂപയ്ക്ക് പുറത്തായി. എന്നെ സമീപിച്ചത് നമുക്കിവിടെ പരിചയമുള്ള ഒരു വ്യക്തി മുഖാന്തരമാണ് ഞാൻ ഈ ലോണിനെ കുറിച്ച് അറിയുന്നത്. രമ്യയാണ് എന്നെ സമീപിച്ചിട്ടുള്ളത്. പിന്നെ ഈ സുമിത എങ്ങനെ അവരുടെ ഇതിലേക്ക് വരുന്നത്? സുമിതയും രമ്യയും കൂടെ കൂട്ടുകക്ഷികളാണ് ഇതിനകത്ത്. ഈ ബിനു രമ്യയുടെ ഹസ്ബൻഡാണ്. മൂന്നുപേരോട് ചേർന്നുള്ള അതെ സംഭവമാണ്. 3 പേരല്ല, ഇനി ഇതിന്റെ പുറകിൽ ആളുകളുണ്ട്. ഞങ്ങള് അന്വേഷിച്ചതിൽ നിന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അഞ്ചല് കേന്ദ്രീകരിച്ച് ശ്രീകൃഷ്ണ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ബാങ്ക് ഉണ്ടെന്നും ആ ബാങ്ക് മുഖാന്തരം ഇവർക്ക് പണമിടപാട് ഉണ്ടെന്നും പണം ഇരട്ടിപ്പോ പണമിടപാടുകളോ അതുപോലെ തന്നെ റോളിങ് ഇത്യാദികൾ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു. അത് കുളത്തൂപ്പുഴ CIയുടെ മുന്നിൽ വെച്ച് രമ്യയും സുമിതയും കൂടെ സമ്മതിക്കുന്നതാണ്. എത്ര ലക്ഷം രൂപ അമ്മയുടെ അടിച്ചു മാറ്റിയവര്? 70-ന് പുറത്ത് അടിച്ചു മാറ്റി. എന്ത് പറഞ്ഞിട്ടാ? PMG ലോണിന്റെ പേരും പറഞ്ഞ് തന്നെ അടിച്ചു മാറ്റിയത്. പൈസകള് അക്കൗണ്ട് വഴി ഞാൻ നിമിത്തമാണ് ഈ നിൽക്കുന്ന നസീറയും ഷാജിനും അമ്മക്ക് പൈസ തന്ന് സഹായിച്ചത്. ഇപ്പൊ അവര് എന്നെ ഇവിടെ വന്നിട്ടെന്ന് വഴക്ക് പറഞ്ഞു. നല്ല രീതിയിലുള്ള സംഭാഷണമാണ് നടത്തിയത്. നടത്തിയെന്ന് പറയാൻ അവർക്ക് ക്ഷമ കിട്ട്. അവരെ വീട് കയറി അടിക്കാൻ തുടങ്ങിയപ്പോ എന്റെ അടുത്ത് വന്നു. അവര് മേടിച്ചൊരു വീട് കയറി അടിക്കാൻ വരുന്നു. അവരെ വീട് കയറി അടിക്കാൻ വരുന്നു. ഇപ്പൊ എന്റെ വീട്ടിൽ വന്ന് താമസിക്കുമെന്നാണ് പറയുന്നത്. താമസിച്ചോട്ടെ, അതിൽ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് എന്ന് പറഞ്ഞാൽ രമ്യയുടെ കയ്യിൽ പൈസ കൊടുത്തത് രമ്യയും സുമിതയും കൂടെ ചേർന്നാണ്, വിനുവും കൂടെ ചേർന്നാണ് ഈ പൈസകളെല്ലാം അന്വേഷണത്തിന് പോയത് കൊണ്ട് രമ്യ പ്രദീപ് പറഞ്ഞു, നിങ്ങളുടെ അനിയത്തി എന്റെ പുറകെ വന്നിരുന്നാൽ സുമിതയുടെ ആൾക്കാർ അവളുടെ വീട് കയറി വെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉണ്ട്, റെക്കോർഡിംഗ് ഉണ്ട്. എവരുടെ അടുത്ത് പറയണതും എന്റെ അടുത്ത് പറയുന്നതും ഒക്കെ റെക്കോർഡിംഗ് ഉണ്ട്.
പിന്നെ രമ്യയുടെ ആൾക്കാർക്ക് വണ്ടികളുണ്ട്. ആ വണ്ടി കൊണ്ടുവന്ന് അവരുടെ വീട്ടിന്റെ അവിടെ ഇട്ട് ഇടിച്ചു കൊല്ലുമെന്നാണ് പറയുന്നത്. ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഞാൻ ഈ കേസുമായിട്ട് കടയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്റെ കേസ് എടുക്കുന്നില്ല. ഞാൻ ഇത് വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് ഓടി നടക്കുമ്പോഴാണ് അനീഷ് പോറ്റിനെ കണ്ടെത്തുന്നത്. ഒരു ദൈവദൂതനെ പോലെ എന്റെ മുന്നിൽ വന്ന് വെട്ട മനുഷ്യനാണ്. ഈ മനുഷ്യൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ SP ഓഫീസിലും പുനലൂർ DYSP ഓഫീസിലും ഒക്കെ പോകാൻ പറ്റിയത്. അവള് വിളിച്ച് തള്ളേരടുത്ത് സംസാരിക്കുകയും ചെയ്ത്. അപ്പൊ പറഞ്ഞു, ഉമ്മ ഞാൻ നിങ്ങളെ പറ്റിക്കൂല, നിങ്ങളെ ഉരുപ്പടി എനിക്ക് പൈസ ഇട്ട് തന്ന് ഞാൻ ഉടനെ എടുത്തു തരാം, നിങ്ങൾ വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് കരയൊക്കെ ചെയ്തതാണ്. വഴി എല്ലാം കൊണ്ട് നമ്മളതങ്ങ് വിശ്വാസമായി. ഇത് അവള് പറ്റിക്കൂല, ഞാൻ എടുത്തു തരും എന്നുള്ള ഒരു ഇത്. ശരിക്കും പണി കിട്ടി. ശരിക്കും പണി കിട്ടി. നമ്മൾക്ക് പലിശയ്ക്ക് വരെ നമ്മൾ എടുത്തിട്ട് കൊടുക്കും. പലിശ കൊടുക്കാനോ ഒന്നിനും നമുക്ക് നിവർത്തിയില്ല. പമ്പിൽ ജോലി ചെയ്യണം, ഒരു 8000 രൂപ ശമ്പളത്തിലാണ് കുടുംബം പോണത്. അത് പലിശ കൊടുക്കാൻ ഒരു നിവർത്തിയില്ലാതെ നമുക്ക് അരി വാങ്ങിക്കാനോ ഒന്നിനും നിവർത്തിയില്ല. ആ തട്ടിപ്പുകാരി എന്ന് ആരോപണത്തിന് വിധേയയായ രമ്യ നമ്മളിപ്പോൾ തരികയാണ്. ഇനി രമ്യക്ക് പറയാനുള്ളത് കൂടി കേൾക്കാം. ശരിക്കും രമ്യ ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ട് ഈ പൈസയിൽ എന്ത് ചെയ്തു? എന്തിനാ ഈ പാവങ്ങളുടെ ഇത്രയും പൈസ വാങ്ങി തട്ടിപ്പ് നടത്തി? എനിക്ക് PMAGPയുടെ ലോൺ എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ ലോൺ കിട്ടിയിട്ടില്ല. ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് ആ ലോൺ കിട്ടിയില്ല. അഞ്ചൽ SBIയിലാണ് ഞാൻ ആ ലോൺ കൊടുത്തത്. എനിക്ക് ആ ലോൺ കിട്ടിയിട്ടില്ല. ഈ പറയുന്ന ആ ചേച്ചിമാരുടെ കയ്യിൽ നിന്ന് ഞാൻ പൈസ മേടിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യം. പക്ഷെ അവര് ഈ പറയുന്ന ഇത്രയും ലക്ഷം രൂപയൊന്നും ഞാൻ മേടിച്ചിട്ടില്ല. ഈ ലോൺ കൊടുക്കാന്നും പറഞ്ഞു അല്ല ഞാൻ മേടിച്ചത്. ഈ ലോണിനെ കുറിച്ച് അവര് ഫുള്ള് ഡീറ്റെയിൽസ് എൻ്റെ അടുത്ത് തിരക്കി. അന്നേരം അവരോട് ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. അവരെന്നോട് ഒറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ, നിനക്ക് എങ്ങനെ ഈ പൈസ തരാൻ പറ്റും? അന്നേരം ഞാൻ ആ ചേച്ചിമാരോട് പറഞ്ഞ്, ഇത്ര രൂപ എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ലോൺ എടുത്ത്, എനിക്ക് കടങ്ങളുണ്ട്, എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട്. എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാരോ അറിയാത്ത കടങ്ങളാണ് എനിക്ക്. എന്നെ രണ്ടാമത് കല്യാണം കഴിച്ചാണ് ഇവിടെ കൊണ്ടുവന്നത്. എനിക്കുള്ള ആദ്യത്തെ ബന്ധത്തിൽ ഒരു കുഞ്ഞുണ്ട്. എനിക്ക് അതിലും ഒരുപാട് കടങ്ങളുണ്ട്. അന്നേരം ഈ കടങ്ങളെല്ലാം തീർത്ത് എനിക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനം വേണമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിനകത്ത് ഈ ലോണിന് ഞാൻ ഇറങ്ങി തിരിച്ചത്. അന്നേരം ലോണിന് ഇറങ്ങി തിരിച്ച പ്രോജക്റ്റ് ചെയ്യാനും അതിനും ഇതിനും അത്ര എനിക്ക് ഒരുപാട് പൈസ, അത് ഏകദേശം ഒരു 6 ലക്ഷം രൂപയോളം എനിക്ക് ഈ ലോണിന്റെ പുറത്ത് എനിക്ക് ചെലവായി. സിവിൽ സ്കോർ മാറാനായാലും അതിനായാലും ഇതിനായാലും എനിക്ക് എല്ലാത്തിനും ഒരുപാട് പൈസ ചെലവായി. അങ്ങനെ അതൊന്നും അവരറിയേണ്ട കാര്യമില്ല. അവർക്ക് അവർ മേടിച്ച പൈസ തിരിച്ചു കൊടുക്കണമല്ലോ. അന്നേരം ഞാൻ അവരടുത്ത് പറഞ്ഞു, എനിക്ക് പലിശയ്ക്ക് പൈസ തന്നാ മതി. പലിശ നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ പലിശ എങ്ങനെയാന്ന് വെച്ചാൽ അത് ഞാൻ ആ പലിശ തരാം. എനിക്ക് പൈസയാണല്ലോ ആവശ്യം. എനിക്ക് പലിശ നോക്കാതാണ് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തത്. ആദ്യം അവര് കുറച്ച് പൈസ തന്നപ്പോഴത്തേക്ക് ഏകദേശം 4 ലക്ഷം രൂപ തന്നപ്പോഴത്തേക്ക് ജസീന എന്ന് പറയുന്ന അവരുണ്ട്, ഈ പറയുന്ന ധനിജയുണ്ട്. പിന്നാണ് ഞാൻ ലിഷ പ്രകാശിനെ ഞാൻ പരിചയപ്പെടുന്നത്. ഇവിടെ വന്നതാണ് ആ പെണ്ണ്. ഞാൻ ഈ താമസിക്കുന്ന വീട്ടിൽ വന്നാണ് എനിക്ക് പരിചയം, ലിഷ പ്രകാശിനെ പരിചയം. അങ്ങനെ എനിക്ക് 4 ലക്ഷം രൂപ 2-3 പ്രാവശ്യമായിട്ട് തന്നിട്ട് ഇവരെന്നോട് ചോദിച്ച് ഇതെങ്ങനെ തിരിച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ അന്നേരം ഈ ലോണിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവരെൻ്റെ അടുത്ത് മേടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ലോൺ എടുത്ത് ഞാൻ തരാം, കുഴപ്പമില്ല. അങ്ങനെയാണ് എനിക്കുള്ള കയ്യിൽ നിന്ന് ഈ റെക്കോർഡിങ്, ഈ വോയിസ് മൊത്തം ഇവര് പിടിച്ചെടുത്തത്. ഇവരുടെ വിചാരം ഞാൻ ഈ ലോൺ എടുത്ത് മൊത്തം അവർക്ക് കൊടുക്കാം. ഞാൻ പറഞ്ഞത് തന്നെയാ, ലോൺ എടുത്ത് അവർക്കും കൂടെ ഈ ലോൺ കിട്ടുന്നെങ്കിൽ അവർക്ക് കൂടെ ഒരു സഹായം ആവട്ടെ. ലോൺ കിട്ടുമ്പോ ഇതെല്ലാം ഓക്കെ ആക്കാം, കുഴപ്പമില്ല. അതിനിപ്പുറം വെച്ച് നിങ്ങൾ പലിശ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കെന്ന് പറഞ്ഞു. പലിശ മേടിച്ച് നല്ല അന്തസ്സായിട്ട് അവരിവിടെ കയറി വന്ന് പൈസ, ഇവിടെ എൻ്റെ ഭർത്താവ് ബിനു ഇല്ലാത്ത സമയത്താണ് അവർ ഇവിടെ വന്ന് എൻ്റെ കയ്യിൽ നിന്ന് 10,000, 25,000, 30,000 രൂപ ആ പൈസ എങ്ങനെ ഞാൻ ഉണ്ടാക്കി, അത് മറുവശത്തുനിന്ന് കടം മേടിച്ചാണ് ഞാൻ ആ പൈസകളെല്ലാം ഞാൻ ഉണ്ടാക്കിയത്. ഇപ്പോഴും എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ഇത്രയും കടത്തിൽ എങ്ങനെ പോയെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് ഇതിനകത്ത് മുതലാണ് കുറവ്. ഞാൻ മൊത്തം പലിശയിനത്തിൽ കൊടുത്തതാണ്. എനിക്ക് വേറെ ഒന്നും ഇതിനകത്ത് പറയാനില്ല. ഞാൻ അവരെ പറ്റിച്ചിട്ടുമില്ല. അവര് പറയുന്ന കണക്ക് ഒരു ചീറ്റിംഗ് അല്ല ഇത്. ഈ സുമിത എങ്ങനെ ഈ പൈസ എല്ലാം ആരുടെ അക്കൗണ്ടിലാണ് പോയത്? സുമിതയുടെ അക്കൗണ്ടിലോട്ടാണ് പോയത്. ഏകദേശം 97 ലക്ഷം രൂപയോളം സുമിതയുടെ അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ എങ്ങനെ തിരിച്ചു മറിച്ചു എല്ലാം കണക്ക് കൂട്ടിയിട്ട് സുമിതയുടെ അക്കൗണ്ടിൽ 97 ലക്ഷം രൂപ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം ഇന്നലെ രാത്രി എൻ്റെ ഇരിപ്പുണ്ടായിരുന്നു. ഞാനതിപ്പം വേറൊരാൾക്ക് കൂട്ടാനായിട്ട് കൊടുത്തേക്കാണ്. ഇച്ചിരി വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുച്ചിന്റെ അത് കൂട്ടിയിട്ട്, മക്കളെ നീ പറയണം ഇത് എത്ര ലക്ഷം രൂപ സുമി എന്റെ അക്കൗണ്ടിൽ ഇട്ട് തന്നിട്ടുണ്ടെന്ന് ഞാൻ അങ്ങോട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. സുമി അത് അഞ്ചൽ നിന്നും പലിശയ്ക്ക് മേടിച്ചു തന്നാണ്. പക്ഷെ അവൾ എൻ്റെ അടുത്ത് പറയുന്നത് 1 ലക്ഷം രൂപ മേടിച്ചു കഴിഞ്ഞാൽ 40,000 രൂപ, അതായത് തിങ്കളാഴ്ച തോറും
1,00,000 രൂപയ്ക്ക് തിങ്കളാഴ്ച തോറും 40,000 രൂപ 20,000 രൂപ, അതായത് 10 ദിവസത്തേക്കുള്ള പലിശ. 1,00,000 രൂപ എനിക്ക് അവള് മേടിച്ച് തന്നു കഴിഞ്ഞാൽ ഞാൻ 1.40 10 ദിവസം കൂടുമ്പോ തിരിച്ചു കൊടുക്കണം. ഇതാണ് ഇതിന്റെ വാസ്തവം. അങ്ങനെ 1,00,000 രൂപ തന്ന 40,000 പലിശ 1,00,000 40,000 രൂപ. അത് എവിടുത്തെ പലിശ ചെയ്ത്? അതെവിടുത്തെ പലിശയാന്ന് വെച്ചാൽ അങ്ങനാണ് ഞാൻ ഈ കുരുക്കിൽ നിന്നും കുരുക്കിലോട്ട്. പക്ഷെ ഞാനിത് തുടക്കത്തിൽ എന്റെ വീട്ടിലോ എന്റെ ഭർത്താവിന്റെ അടുത്തോ ഇത് പറഞ്ഞാൽ ഞാൻ ഇത്രയും നാളും ഞാൻ കെടുവില്ലായിരുന്നു. അത് സത്യമായിട്ടുള്ള കാര്യം. കൊള്ള പലിശയിലാണ് ഞാൻ ഈ പറഞ്ഞത്. അനുജ ചേച്ചിക്കും ഈ ലിഷാപ്രകാശിന് എല്ലാരും അവരെല്ലാം എന്റെ വീട്ടിൽ വരുമ്പം ഓരോ ട്രിപ്പ് എന്റെ അച്ഛനും അമ്മയും ചോദിക്കും, എന്റെ ഹസ്ബൻഡിന്റെ അമ്മയും അച്ഛനും ചോദിക്കും ഇവരെന്തിനാ വരുന്നേന്ന്. അവരും പറഞ്ഞിട്ടില്ല പലിശക്ക് വരുവാന്ന്, ഞാനും പറഞ്ഞിട്ടില്ല പലിശ മേടിക്കാനായിട്ട് അവര് വരുവാ. 1,00,000 രൂപയ്ക്ക് 40,000 രൂപ പലിശ വാങ്ങുന്നത് ആരാ വാങ്ങുന്നേ? അത് സുമിതയ്ക്കേ അറിയത്തുള്ളൂ. കാരണം അത് ആരാന്ന് ഞാൻ എത്ര ചോദിച്ചിട്ട് അവൾ എന്റെ അടുത്ത് പറയത്തില്ല. അവള് പറയുന്നത് നിനക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ, നിന്റെ കടങ്ങൾ തീർക്കാനുള്ള പൈസ നിനക്ക് അഞ്ചലേരിയെന്നാണ് അവൾ ആ പൈസ മേടിക്കുന്നത്. അപ്പൊ ഈ സുമിതയാണോ ശരിക്കും ഈ ഇത്ര കൊള്ളപ്പലിശയിലേക്ക് കൊണ്ടുപോയി നിങ്ങളെ ചാടിച്ചേ? തീർച്ചയായിട്ടും എന്നെ ഇത്രേ എനിക്ക് അറിയില്ല എന്നെ ആരാ ചതിച്ചത്, സുമിതയാണോ എനിക്ക് അറിയത്തില്ല. എനിക്ക് അതിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്നെ ഈ ഊരാക്കുടുക്കിലോട്ട് തള്ളിയിട്ടത് ആരാ? എനിക്കത് അറിയത്തില്ല. പക്ഷെ സുമിതയായിരിക്കാം, അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങളായിരിക്കും, അല്ലെങ്കിൽ അവര് 5 ലക്ഷം സാമ്പത്തിക ഇടപാടില്ലല്ലോ, നിങ്ങൾ സുമിതയുമായിട്ടല്ലേ സാമ്പത്തിക ഇടപാടുള്ളത്? അല്ലെ ഇവരുടെ കയ്യിൽ നിന്ന് മേടിച്ച കടം തീർക്കാനാണ് ഞാൻ പലിശ കൊടുക്കാനാണ് സുമിതയുടെ ഞാൻ ഇരട്ടി പലിശക്ക് പൈസ എടുത്തത്. അവള് ഒന്ന് പിടിച്ച് നിർത്തിയായിരുന്നെങ്കിൽ ഞാൻ ഇത്രത്തോളം പോവൂലായിരുന്നു. എന്നിട്ട് എന്റെ ഹസ്ബൻഡ് അവൾക്ക് താവുന്ന ചോദിച്ച് ഇങ്ങനെ പൈസ ഇട്ട് കൊടുക്കുന്ന എന്തിനാ, അവളൊരു മന്ദവത്തിൽ പൊട്ടിയാണ്, അവൾക്ക് അപ്പുറത്തുള്ള അറിവേ ഉള്ളു, അവളെ ചതിക്കണമെന്ന് എന്റെ ഭർത്താവ് അവളെ കാല് പിടിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടൊന്നും അവളെ കേട്ടിട്ടില്ല. ഞാൻ അവളെ വിശ്വസിച്ചു, സുമിതയെ നല്ല എല്ലാരും എനിക്ക് വിശ്വാസം. പക്ഷെ എനിക്ക് അറിയത്തില്ല എനിക്ക് എവിടെ ചതിവ് പറ്റിയെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. എനിക്ക് നാറി, മൊത്തത്തിൽ ഞാൻ നാറി. പക്ഷെ ഈ നാറി നിൽക്കുന്ന സമയത്ത് ഞാൻ പറയുന്നത് അവർക്ക് എനിക്ക് കാലാവധി തന്നു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് പൈസ കൊടുക്കാൻ തയ്യാറാണ്. അത് പലിശയില്ല, അത് അവരുടെ മുതല്. അവർ ഈ പറയുന്ന കണക്ക് 80 ലക്ഷം 90 ലക്ഷം രൂപയില്ല. ഞാൻ ഈ ധനിജയെന്ന് പറയുന്ന ചേച്ചിക്ക് ഏകദേശം 10 ലക്ഷം രൂപയോളം മുതൽ കൊടുത്ത്, ജസീന ചേച്ചിക്കുള്ള കംപ്ലീറ്റ് സ്വർണ്ണങ്ങൾ എടുക്കാനുള്ള പൈസ കൊടുത്ത്, ലിഷാപ്രകാശ് ഇവിടെ കയറി വന്ന് സുമിതയുടെ കെയർ ഓഫിലാണ് പൈസ മേടിച്ച് 8 ലക്ഷം രൂപയോളം തിരിച്ചു മേടിച്ചോണ്ട് പോയത്. അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്ന ഉമാവതി എന്ന് പറയുന്ന ആ ചേച്ചിക്ക് 7 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. അത് 5 ലക്ഷം രൂപ ഉമാവതി ആ പൈസ തിരിച്ചു മേടിച്ചെന്റെ കയ്യിൽ നിന്ന്. ഇവരെല്ലാം എന്റെ കയ്യിൽ നിന്ന് എന്നെ ഊറ്റി പിഴിഞ്ഞ് കഴിഞ്ഞ മാർച്ച് മുതൽ പലിശയും മേടിക്കുന്നുണ്ട്. കൊള്ളപ്പലിശ 40,000 50,000 രൂപ പലിശയും മേടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരെല്ലാം പകുതി കൂടുതൽ മുതലും തിന്ന്. പിന്നെ ആരുടെ പ്രേരണ പ്രകാരമാണ് അവരിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ ഈ ലോൺ കള്ളം പറഞ്ഞല്ല, ലോണിന്റെ പേരിൽ കള്ളം പറഞ്ഞല്ല ഞാൻ പൈസ മേടിച്ചിട്ടുണ്ട്. 6,38,000 40,000 രൂപ എങ്ങാണ്ട് എന്റെ അക്കൗണ്ടിൽ നമുക്ക് പോയിട്ടുണ്ട്. അവൾ ആ പൈസ ആർക്ക് കൊടുത്തെന്ന് അറിയണ്ടേ? ഇതാണ് അറിയേണ്ടത്. ഈ 1,06,38,000 രൂപ പോയി എന്ന് പറയുന്ന സംഭവമുണ്ട്. ഒരു 96 ലക്ഷത്തി സംതിങ് രൂപ വരെ ഞാൻ കൂട്ടിയിട്ടുണ്ട്. 98 ലക്ഷം രൂപ വരെ ഞാൻ കൂട്ടിയിട്ടുണ്ട്. ഇത്രയും പൈസ കൊണ്ടുപോയിട്ട് ഈ പ്രശ്നവുമായി വന്നപ്പോ ഇത് വിഷയം ഇങ്ങനെ എന്തുകൊണ്ട് സുമി വരുന്നില്ല? സുമി എന്തുകൊണ്ട് വരുന്നില്ല? അപ്പം രമ്യയെ സുബി ശരിക്കും സുമിത ചതിച്ചതല്ലയോ? എനിക്കിപ്പോഴും എനിക്ക് അതിന്റെ വ്യക്തമായിട്ടൊരു മറുപടി ഇല്ല. നിങ്ങളുടെ തമ്മിലുള്ള പങ്കുവെച്ചോടത്തിന്റെ എനിക്ക് അവളുമായിട്ട് എനിക്ക് ഒരു പങ്കുവെച്ചോടം. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു കേസിൽ ഒരു സുമിതയും രമ്യയും ഇടപെടത്തില്ല. നിങ്ങളുടെ ഭർത്താവുണ്ട്, അതിൽ ഒരു പ്രതി ഭർത്താവാണ്. എന്റെ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തിക്ക് സുമിയെ കണ്ണെടുത്താ കണ്ടുകൂടാ. അവര് ഭയങ്കര വൈരാഗ്യമാണ്. ഈ സ്ത്രീകളെ എനിക്കറിയത്തില്ല, എനിക്കിവരെ അറിയത്തില്ല, ഇവിടെ ഉള്ളയാന്ന് പോലും അറിയത്തില്ല. ഇവര് പറയുന്നു 30 ലക്ഷം 70 ലക്ഷം രൂപയൊക്കെ ഇങ്ങനെ തട്ടിച്ചു എന്ന്. ഈ 70 ലക്ഷം രൂപയും ഈ 30 ലക്ഷം രൂപയുണ്ടെങ്കിൽ എവളുമാർക്ക് ജീവിച്ചൂടെ? എവളുമാരെന്തിനാ ഈ തട്ടിപ്പിനിരയായി കൊണ്ട് കൊടുക്കുന്നത്? എന്തിനു കൊണ്ട് കൊടുക്കുന്നു? 20 ലക്ഷം 30 ലക്ഷം 50 ലക്ഷം ഒക്കെ കൊടുക്കുന്നത് എന്തിനാ കാശ് പലിശക്ക് വട്ടി പലിശക്ക് കൊടുക്കുന്നത് എന്തിനാണ്? എവളുമാരൊന്നും തിരക്കാതെ എന്തിനാണ് ഈ കാശ് കൊടുക്കുന്നത്? ഇത്രയും പ്രായം ചെന്ന സ്ത്രീകളൊക്കെ അല്ലേ ഇവരെന്തിനിങ്ങനെ ഈ തട്ടിപ്പിന് നടക്കുന്നത്? ഇവരുടെ ഭാഗത്ത് നിന്ന് ഇത് തട്ടിപ്പ് തന്നെയാണ്. എനിക്ക് അതേ പറയാനുള്ളൂ. ഇവരുടെ ഈ പെണ്ണുങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത് തട്ടിപ്പ് തന്നെയാണ്. ഇവര് പറയുന്ന ഒന്നും സത്യാവസ്ഥ അല്ല. മകൾ ചെയ്ത അവരുടെ ട്രാൻസാക്ഷൻ നോക്കുമ്പോ അറിയാം സാറേ, അവരുടെ ട്രാൻസാക്ഷൻ നോക്കുമ്പോ അറിയാം. മകൾക്ക് പങ്കുണ്ടെങ്കിൽ അധികാരികൾ കേസെടുക്കുക. ഇന്ന് രാവിലെ രമ്യ എന്ന് പറഞ്ഞ ഞങ്ങൾ പൈസ കൊടുത്ത രമ്യ എന്ന് പറയുന്ന വ്യക്തി
തിരുവനന്തപുരത്തുള്ള പൈസ കൊടുക്കാൻ ഒരു കൊച്ചിന് അയച്ച ഒരു വോയിസാ റെക്കോർഡ് ചെയ്തതാണ്. അവിടെ സമരപന്തലിൽ എന്തായ കാര്യങ്ങള്? അവിടെ ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കുന്നു. അതെന്ത് നീ പോ, നിനക്കൂടെ തരും. അല്ലേ എനിക്ക് വേണ്ട, ഞാൻ കടക്കലോട്ട് പോകുന്നു. പിന്നെ ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ ഞാൻ വിളിച്ചു പറയുമ്പം പിന്നെ ഈ ഏഷ്യാനെറ്റ് ന്യൂസും മനോരമ ചാനലും ഒന്ന് വെക്കണേ. ഇന്ന് എന്റേത് എടുക്കുന്നുണ്ട് അവര്. ഏഷ്യാനെറ്റാ? അതേ മനോരമ ന്യൂസും ഏഷ്യാനെറ്റ് ന്യൂസും. പറഞ്ഞാ മതി. ചാനൽ ഞാൻ പറയും. 2-3 പേരെ വിളിച്ചിട്ടുണ്ട് നമ്മൾ. തന്നെ മറ്റേ അവളെ കാര്യം എന്തെങ്കിലും അറിഞ്ഞ? സുമീര എന്നിട്ട് സുമീരക്ക് കേസ് നമ്പർ കിട്ടി. അതും കൊണ്ട് ഞാൻ സ്റ്റേഷനിൽ ചെന്നല്ലോ വൈകിട്ട്. അന്നേരം എന്റെ അടുത്ത് പറഞ്ഞ് ഈ കേസ് നമ്പർ നിന്നെ ഇവിടെ ആവശ്യമില്ല, നിനക്ക് ജാമ്യം കിട്ടി നീ അന്തസ്സായിട്ട് നിൽക്കുവേ, അവളെ ഞങ്ങൾക്ക് താന്നു പറഞ്ഞു. ഞാൻ എവിടെ നിന്ന് എടുത്തു കൊടുക്കാനും?